ഹായ് ഹലോ. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ വീടിൻ്റെ പണി തുടങ്ങിയാലോ. അപ്പോൾ ഇതതിൻ്റെ അടിഭാഗമാണ്. അപ്പോൾ ഇവിടത്തേക്കുള്ളത് 10 സെൻറ്റിമീറ്റർ, ഇവിടുന്ന് ഇവിടത്തേക്ക് 10.3 സെൻറ്റിമീറ്റർ. ഓക്കെ. അടുത്ത പീസ് ഇത് 10.5 സെൻറ്റിമീറ്റർ, ഇവിടുന്ന് ഇവിടത്തേക്ക് 10 സെൻറ്റിമീറ്റർ. ഓക്കെ. അതിൻ്റെ ഉള്ളിൽ ഡോറ് വരേണ്ടത് 2.5 ഇതിൻ്റെ വീതി, 7.5 നീളം. അതുപോലെ ഇവിടെ വിൻഡോ വരേണ്ടത് 5.5 നീളം, 2 സെൻറ്റിമീറ്റർ വീതി. അതുപോലെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വരേണ്ടതാണ്. ഇതിൻ്റെ ഹൈറ്റ് പറയുന്നത് 10.5 സെൻറ്റിമീറ്റർ, വീതി 9.4. ഇതിൻ്റെ വിൻഡോൻ്റെ ഡോറിൻ്റെ വീതി 2 സെൻറ്റിമീറ്റർ, ഇതിൻ്റെ നീളം 5.5. ഇതിൻ്റെ ഹൈറ്റ് പറയുന്നത് 10.5, ഇവിടുന്ന് ഇവിടത്തേക്ക് 10.5, ഇവിടുന്ന് ഇവിടത്തേക്കുള്ളത് 6.5. ഇതിൻ്റെ ഇവിടത്തേക്കുള്ള ഗ്യാപ്പ് 1 സെൻറ്റിമീറ്റർ. ഇതുപോലത്തെ 2 പീസ്. അപ്പോൾ ഇത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഒട്ടിക്കാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് ഉപയോഗിക്കുന്നത് ഫെവി ബോണ്ടാണ്. അപ്പോൾ നമ്മൾ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്, നമ്മൾ ഈ പീസിനും ഇവിടെ വിൻഡോ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീതി 2 സെൻറ്റിമീറ്ററും ഹൈറ്റ് 5.5. ഇവിടുന്ന് ഈ താഴേക്കുള്ള ഇത് 2 സെൻറ്റിമീറ്ററാണ് കേട്ടോ. ഇത് നമ്മളൊന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹെവി ബോണ്ട് ഉപയോഗിക്കുന്നത്. അതിന് ശേഷം ഫ്ലസ് കിക്ക് ഇട്ടിട്ട് ഫുള്ള് ഈ ഗ്യാപ്പിലെല്ലാം ഫില്ല് ചെയ്യും കേട്ടോ. ഇനി നമുക്ക് ഫ്ലക്സ് കിക്ക് ഇട്ട് കൊടുക്കാം. ഈ കമ്മിട്ട് കൊടുക്കാം ഇവിടെയെല്ലാം ഗ്യാപ്പിൽ. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ടോപ്പ് ഭാഗത്തേക്കുള്ളത് ചെയ്യാം. അപ്പോൾ ഇവിടുന്ന് ഇവിടത്തേക്ക് 9 സെൻറ്റിമീറ്ററാണ്, ഇവിടുന്ന് ഇവിടത്തേക്കുള്ളത് 11 സെൻറ്റിമീറ്റർ, ഇവിടുന്ന് ഇവിടത്തേക്കുള്ളത് 8.2. ഇതിൻ്റെ സൈസ് 4 സെൻറ്റിമീറ്ററാണ്. ഇങ്ങോട്ടേക്ക് 4 സെൻറ്റിമീറ്റർ, ഇങ്ങോട്ടേക്ക് 6 സെൻറ്റിമീറ്റർ. ഇവിടെ ഒരു വിൻഡോ വരുന്നതാണ്. നമുക്കിതിന് ഡിസൈൻ കൊടുക്കാം. ടോപ്പ് വരുന്ന ഭാഗത്തിന് റോഡിൻ്റെ ഡിസൈൻ കൊടുക്കാം. ഇതേപോലത്തെ ഒരു കമ്പി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഡിസൈൻ കൊടുക്കുന്നത്. അപ്പം ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ക്രോസ് ആയിട്ടും കൊടുക്കണം. ക്രോസ് ആയിട്ട് കൊടുക്കുന്നത് നമ്മൾ ഈ കത്തിയുടെ ഇതിൻ്റെ ബേക്ക് കൊണ്ടാണ് കൊടുക്കുന്നത്. നമ്മൾ ഡിസൈനെല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ. നമുക്ക് ഇതിൻ്റെ വിൻഡോ കട്ട് ചെയ്തെടുക്കാം.
നമുക്ക് ഇതേപോലത്തെ ഒരു പീസ് വേണം. ഇത് ഇവിടത്തേക്കുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് ഇത് 2.5 സെൻറ്റിമീറ്റർ ഇങ്ങോട്ടേക്ക്, ഇവിടെ 3 സെൻറ്റിമീറ്റർ, ഇത് 4 സെൻറ്റിമീറ്റർ. ഇതുപോലത്തെ 2 പീസ്. ഓക്കെ, ഇങ്ങനെ കൊടുക്കും. ഇതിനേക്ക് വേണ്ട പീസാണ് ഇങ്ങനെ, ഇതുപോലെ ഒരു പീസ്. ഇതിൻ്റെ ടോട്ടൽ നീളം 6.5, മുകളിലേക്ക് 3 സെൻറ്റിമീറ്റർ, ഇതിൻ്റെ ഉള്ളിൽ 2 സെൻറ്റിമീറ്റർ, നീളം 5.5. അപ്പോൾ ഇതിനും നമുക്ക് ഈ വിൻഡോനെല്ലാം ഗ്ലാസ് ഒട്ടിച്ചെടുക്കാം. ഗ്ലാസ്സിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് OHP ഷീറ്റാണ്. ഇത് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലെല്ലാം വുഡ് കളർ സ്റ്റിക്കർ ഒട്ടിച്ചെടുക്കാം സൈഡിൽ. അപ്പോൾ നമ്മൾ ഇതിന് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് എല്ലാത്തിനും. ഇനി നമുക്കിത് ഫിക്സ് ചെയ്യാം. നമ്മൾ ഗ്ലാസ്സിൽ ഒട്ടിക്കാൻ വേണ്ടിക്ക് ഈ ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതാകുമ്പോൾ ക്ലിയറാണ്. മറ്റേ ഫെവി ബോണ്ട് ആകുമ്പോൾ ഒരു മഞ്ഞ കളർ ഇങ്ങനെ സൈഡിൽ വരും. ഓക്കെ, ഓൾ ഫിക്സ് എന്ന് പറയുന്നത് ഫെവിക്കോളിൻ്റെ. ഇതിൻ്റെ മുകളിലേക്കുള്ള പീസാണ്. അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ കുറച്ച് ചരിച്ചിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും ഇവിടെ കറക്റ്റ് ഫിക്സ് ആയിട്ട് നിൽക്കും. 2 സൈഡിലേക്കും 5 mm അധികം എടുത്തിട്ടുണ്ട്. ഈ പീസിൻ്റെ ഇവിടത്തേക്കുള്ള നീളം 14.5 സെൻറ്റിമീറ്റർ, ഇവിടത്തേക്കുള്ളത് 14.3 സെൻറ്റിമീറ്റർ, ഇവിടത്തേക്ക് 4 സെൻറ്റിമീറ്റർ, അതല്ല ഇവിടെയോ. ഓക്കെ, ഇവിടത്തേക്കുള്ളത് 10.5, ഇവിടത്തേക്ക് 10.3. ഇതിൻ്റെ നീളം ഇവിടത്തേക്ക് 10.5, ഇവിടുന്ന് 14.5 ഇവിടത്തേക്ക്. ഓക്കെ, ഇപ്പുറത്തേക്കുള്ള പീസ് 10.3, 14.3. ഓക്കെ, ഇത് നമുക്ക് ഇതിൻ്റെ വീടിൻ്റെ തറയാക്കാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ ഇതിൻ്റെ വീതി എന്നുള്ളത് 14x14. ഓക്കെ, ഇതിൻ്റെ വീതി 1 സെൻറ്റിമീറ്ററാണ്. ഇത് നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഇതിലേക്ക് ഫിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ വീട്ടിന് നമുക്ക് ഈ ഗ്രാനൈറ്റ് ഒട്ടിച്ചെടുക്കാം. ഗ്രാനൈറ്റിനായിട്ട് നമ്മൾ 2 mm ആക്രിലിക് ഷീറ്റാണ് എടുത്തത്. അപ്പോൾ നമ്മൾ ഇത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഗ്രാനൈറ്റെല്ലാം ഒട്ടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മളെ വീട്ടിൻ്റെ ഫില്ലർ കൊടുക്കാം. ഇത് നമ്മൾ ഫൈബറിൻ്റെ റീപ്പറാണ്. ഇത് ഗ്ലാസ് കടയിലെല്ലാം നമുക്ക് കിട്ടും. ഇപ്പോൾ നമ്മളെ ഫില്ലർ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് സ്റ്റെപ്പ് കൊടുക്കണം. അത് നമ്മൾ സ്റ്റെപ്പ് ആക്കിയെടുത്തിട്ടുണ്ട്. നമ്മളെ ഫോം ബോർഡിൻ്റെ മുകളിൽ ആക്രിലിക് ഷീറ്റ് ഒട്ടിച്ചതാണ്. ഓക്കെ, ഇതതിൻ്റെ മുകളിൽ ഒട്ടിക്കാനല്ലേ സ്റ്റെപ്പ്. അപ്പോൾ നമുക്കിതിന് പെയിൻറ്റിങ് കൊടുക്കാം. നമ്മൾ ഗ്രേ കളറാണ് കൊടുക്കുന്നത്, ഇനാമൽ പെയിൻ്റാണ്. അപ്പോൾ ഇത് നമുക്ക് അടിച്ചെടുക്കാം.
അപ്പോൾ നമ്മളെ വീടിന് പെയിൻറ്റെല്ലാം അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. എന്താ പോരായ്മകളുണ്ടാവും, നമ്മൾ ഫസ്റ്റ് തുടങ്ങിയതാണ്, ചാനൽ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ.